സംസ്ഥാനത്ത് +2 പരീക്ഷാഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. മെയ് 14-ന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 22-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നുവരികയാണ്. ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം നിൽക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായി 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠിപ്പിക്കാൻ ഈ അധ്യയന വർഷം മുതൽ അവസരമൊരുക്കി. കഴിഞ്ഞ വർഷം രാജ്യത്ത് ആദ്യമായി 7ാം ക്ലാസ്സിൽ നിർമ്മിത ബുദ്ധി പഠിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷം 8, 9, 10 ക്ലാസുകളിലും AI പഠനം ഉൾപ്പെടുത്തി. സ്കൂളുകൾക്ക് റോബോട്ടിക് കിറ്റ് നൽകിയിട്ടുണ്ട്. അധ്യാപകർക്ക് ഇതിന്റെ പരിശീലനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സിലബസിലുള്ള കുട്ടികൾക്ക് ആവശ്യമായ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അധ്യയനത്തിന്റെ ഭാഗമായി സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെ ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയന്ത്രണം എന്നിവ പഠിപ്പിക്കും. AI ഉപയോഗിച്ചിട്ടുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകളും കുട്ടികൾ തയ്യാറാക്കും. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വിശദമായി തന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പുതിയ രീതി കുട്ടികളുടെ ഭാവിയിലേക്ക് ഉപകാരപ്രദമാകുമെന്നാണ് കരുതുന്നത്.